26th ബർത്ത്ഡേ വിത്ത് ബേബി ബംപ്. ആഹാ, കേൾക്കാൻ തന്നെ എന്ത് രസമല്ലേ. ബർത്ത്ഡേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ പൊന്നുകുട്ടൻ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങ് വീട്ടിലെത്തി. ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനുള്ള എൻ്റെ ആകാംക്ഷയേക്കാൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കാണുമ്പോഴുള്ള എൻ്റെ എക്സ്പ്രഷൻ കാണാനുള്ള അവൻ്റെ എക്സൈറ്റ്മെന്റ്. ഞാനൊരു പെർഫ്യൂം ലവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അവൻ പെർഫ്യൂമാണ് ഗിഫ്റ്റ് ചെയ്തത്. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അടുത്ത സ്പെഷ്യലാണ് മധുരമിടാത്ത ഈ പായസം. നമ്മളിപ്പോൾ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ഘട്ടത്തിലായതുകൊണ്ട് ഡോക്ടർ എന്നോട് ഇനി ഷുഗർ ഒന്നും അങ്ങനെ കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മധുരമില്ലെങ്കിലും പായസത്തിന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് ചിക്കൻ ഫ്രൈ ശരത്തേൻ്റെ വക സ്പെഷ്യലാണ്. ശരത്തേണ്ണ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കില്ല കേട്ടോ. എന്നാലും ഞാൻ അവിടെ പോയി ശരത്തേൻ്റെ കുക്കിംഗ് ഒക്കെ നോക്കി നിൽക്കായിരുന്നു. നല്ല രസമാണ് കുക്കിംഗ് കാണാൻ. അങ്ങനെ നോക്കി നിന്നപ്പോൾ എനിക്കൊരാഗ്രഹം കുറച്ച് മോരുകറി ഉണ്ടാക്കാൻ. അങ്ങനെ ഞാനൊരു ചെറിയ മോരുകറി ഉണ്ടാക്കി. ശരത്തേൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ, അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സാധാരണ ഇതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ വീട് നിറയെ ആളായിരിക്കും കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അങ്ങോട്ട് ചുരുക്കി, കാരണം ഇനി അങ്ങോട്ട് ഒരുപാട് ഫംഗ്ഷൻസ് വരാനുണ്ടല്ലോ. ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാൻ പോയി. ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഡ്രസ്സ് പുതിയത് തന്നെ വേണമെന്ന് ശരത്തേൻ്റെ നിർബന്ധം. അങ്ങനെ പോയതാണ്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അമ്മ എൻ്റെ കയ്യിൽ തരുന്നത് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. അമ്മൂൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. എല്ലാ വർഷവും ബർത്ത്ഡേയുടെ തലേ ദിവസം ഒരു വിസിറ്റ് ആൻഡ് സർപ്രൈസ് അതെല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. പക്ഷേ ഇത്തവണ അത് വീട്ടിൽ കൊണ്ട് കൊടുക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സർപ്രൈസിന്റെ കാര്യത്തിൽ അവൾ അല്ലെങ്കിലും പുലിയാണ്. ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ അതിലുപരി എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ്. അപ്പോഴേ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. എല്ലാവരുടെ വക എനിക്ക് ഓരോ ചക്കര മൊത്തവും കിട്ടി. ഇത്തവണത്തെ ബർത്ത്ഡേ എനിക്ക് വളരെ വളരെ സ്പെഷ്യൽ ആയിരുന്നു. ഈ ബേബി ബമ്പും അതിനുള്ളിലെ ടൈനി സോളും എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ചെറിയ ബർത്ത്ഡേ. സ്വീറ്റ്സ് കഴിക്കാൻ പാടില്ലെങ്കിലും 2-3 പീസ് കേക്കൊക്കെ ഞാൻ കട്ട് തിന്നു കേട്ടോ. എനിക്ക് വേണ്ടിയല്ല, ഭാവിക്ക് വേണ്ടിയാന്നേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അച്ഛനും അമ്മയും പൊന്നുകുട്ടനും ഒക്കെ പോയി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും അഞ്ചു ചേച്ചിയും അനുവേണും പിള്ളേരൊക്കെ വന്നു. അവർക്ക് എന്തോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് വന്നത്. ഇനി അടുത്ത ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ, ടു സെലിബ്രേറ്റ് വിത്ത് അവർ കുഞ്ഞാവ.